തെക്കുംപടക്കുളമുണ്ട്, കൊട്ടാരവും കൊണ്ട് കൊട്ടാരമുണ്ട്. ഏതാ? മണ്ടക്കട്ടമ്മ, അല്ലെങ്കിൽ ആറ്റുവലമ്മ, അല്ലെങ്കിൽ മണ്ടക്കട്ടമ്മ, കൊന്നോട്ട് ഭഗവതി. അതാ തെക്കുംപടക്കുണ്ട്, കൊട്ടാരമുണ്ടെന്ന് പറഞ്ഞു നടക്കും. ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പണ്ട് കാലത്ത് മനുഷ്യക്കുരുതി പോലും നടന്നിട്ടുള്ളൊരു കാവാണ് താണ്ടത്. അതായത് നമ്മുടെ വാളകം മേഴ്സി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കുട്ടിച്ചാത്തൻ മല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു മരത്തിന് ചുവട്ടിൽ കാണുന്ന ഈ ഒരു സ്ഥലത്താണ് പണ്ട് കാലത്ത് മനുഷ്യക്കുരുതി പോലും നടന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സ്വാമിയുണ്ട്. ആ സ്വാമിയോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനും ഉണ്ട്. സ്വാമിയെ, സ്വാമി പേരെന്താ സ്വാമി? എൻ്റെ പേര് മണിയൻ. മണിയൻ? ആ, തൊട്ടടുത്താണോ? തൊട്ടടുത്ത്. സ്വാമി, ഇത് എത്ര വർഷമായിട്ട് ഏകദേശം എന്തോ പഴക്കമുള്ളൊരു കാവാണിത്? എന്തോ ഒരു എനിക്കിപ്പോൾ 65 വയസ്സ് കഴിഞ്ഞു. അതിനും പഴക്കമുള്ള കാവാണ്. ഞാൻ അറിഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ പണ്ട് മനുഷ്യക്കുരുതി പോലും നടന്നിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് കേട്ടിട്ട്. ഉള്ളയാണോ അത്? ഉള്ളയാണോ? പണ്ട് നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വാമിക്കും പറഞ്ഞു കേട്ടുള്ള ഒരു അറിവേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ശരിക്കും വല്ല നടത്താറുണ്ടോ? ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഒരു 80-85 വർഷം കൊണ്ട് ഇല്ല, ഒന്നുമില്ല. ഇവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? മരുന്ന് വെച്ചാ നമ്മുടെ ചെറിയ കുപ്പില്, ഏത് കുപ്പിലും മരുന്ന്. വിദേശ മദ്യം? മദ്യം. കരിക്ക്. അത് കരിക്കെന്ന് പറഞ്ഞാൽ അതിന് കോരിക്ക് പകരം, അല്ലെങ്കിൽ മനുഷ്യന് പകരം. ഓഹോ, കരിക്ക് വെട്ടും. മനസ്സിലായോ? മനുഷ്യന് വെട്ടാൻ വയസ്സുണ്ട്. കരിക്ക് പ്രധാനം കരിക്ക്. അത് കഴിഞ്ഞ് മരുന്ന് മുറുക്കാൻ എണ്ണാത്തിരി കർപ്പൂരം. ഇത്രയേ ഉള്ളൂ. എണ്ണാത്തിരി കർപ്പൂരം ഇതാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ പുറത്തുനിന്നൊക്കെ ആളുകൾ ഇവിടെ വരുന്നുണ്ടോ? പിന്നെ വരുന്നുണ്ട്. ഉണ്ടല്ലേ? അപ്പം അത് എൻ്റെ അപ്പന്മാർ, അത് അപ്പന്മാരെ കാലത്തുള്ളതാ. അന്ന് കാണുന്ന സംഭവം അതാ. ഇല്ല, കുതികൊടുപ്പ്. ഓ, പണ്ട് കാലത്തെ ഉള്ള സംഭവം, വർഷങ്ങൾക്ക് മുമ്പേ. 100 വർഷങ്ങളായി. വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സംഭവം അല്ലേ? എൻ്റെ വലിയ ബാബ 90-95 വയസ്സിലാണ് മരിക്കുന്നത്. ഇപ്പം എനിക്ക് 68 വയസ്സായി. അല്ല, 58 വയസ്സായി. അതാ എനിക്ക് പെരുസായുണ്ട്. എനിക്ക് 58 വയസ്സായതേ ഉള്ളൂ. ഇനി 2 വർഷം കൂടെ ആവണം എനിക്ക് പെരുസായണം. അന്നേരം ആ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളത്. വർഷങ്ങൾക്ക് മുമ്പ്. ഇതെന്തോ സമയം രണ്ട് ഇത് കിടക്കുന്ന പളങ്ക് കിടക്കുന്നത്? നോക്കുന്ന പളങ്ക് അല്ലേ? എങ്ങനെ, എന്താ നോക്കുന്നത്? നമ്മൾ ജാതകങ്ങൾ നോക്കുന്നത്. ഓഹോ, ദോഷങ്ങളൊക്കെ നോക്കുമോ? നോക്കുന്നു. അതെങ്ങനെ നോക്കും? അത് ഞാൻ ഇവിടെ കറക്കി ഇങ്ങനെ കാണിക്കുക. ഓ, ഇത് പണ്ട് കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ അടുത്ത സമയത്തൊക്കെ ആദ്യമായിട്ടാണ് കാണുന്ന സംഭവം. പളങ്ക് കറക്കല്ലേ? അങ്ങനല്ലേ എന്നെ പറയാ? എനിക്കിത് കിട്ടിയത് ഇവിടുന്ന് കിട്ടിയത്. എന്നെ ആരും പഠിപ്പിച്ചല്ല. അല്ല, ഈ പഠിപ്പേരുണ്ട്, അല്ലാതെ ദൈവം കൊടുക്കുന്നതുണ്ട്. ഉണ്ടല്ലേ? അല്ലാതെ നമ്മൾ മനുഷ്യരിയുമ്പോൾ നമ്മൾ അങ്ങനെ വരുന്നേ ഉണ്ട്. അത് ദൈവം തരുന്നതാ, അല്ലെങ്കിൽ ആ പകമാർ തരുന്നതാ. അത് എനിക്ക് ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഇതൊന്ന് കറക്കണമെന്ന് തോന്നി. അങ്ങനെ കറക്കി അന്ന് തൊട്ട് എനിക്ക് കിട്ടി. കാര്യങ്ങളല്ലേ? അല്ലാതെ ഈ പഴക്കേ. അപ്പൊ ഈ സ്വാമി ഇത് എത്ര വർഷം കൊണ്ട് ഈ ഒരു കാവിലുണ്ട്? ഇപ്പൊ 20 വർഷം കൊണ്ട്. 20 വർഷമായിട്ട് സ്വാമിയാണ് ഇവിടെ. ആളുകളൊക്കെ വരുന്നുണ്ടോ? ആൾക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയായി ഇതിനകത്ത് ഇട്ടേക്കുന്നത്? ഇതൊക്കെ ഓരോരുത്തരുടെ നേർച്ചയാണോ? ഇത് നേർച്ച എന്ന് പറഞ്ഞാൽ ഇത് കാപ്പ്, ഈ ചുട്ടി. ഇത് പിന്നെ ഇവിടുത്തെ എൻ്റെ സ്വന്തം മാലകൾ. ഇതൊക്കെ ഇത് ഒരാൾ മാല ഇട്ടതാ. ഇത് ഒരു കാപ്പോണ്ടിട്ട് അത് നേർച്ച, ചുട്ടി വിട നേർച്ച. പിന്നെ ഈ ഇരിക്കുന്ന വിളക്കുകൾ മൊത്തം, ഇതിലിരിക്കുന്ന വിളക്കുകൾ മൊത്തം, ഈ ഇരിക്കുന്ന വിളക്കുകൾ മൊത്തം നേർച്ച. ഓരോരുത്തരുടെ നേർച്ചയല്ലേ? അല്ല, ഇവിടുത്തെ വിളക്കല്ല അത്. ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോഴത്തേക്കുള്ളതാ. അങ്ങനെ ഞാൻ പിന്നെ ഇപ്പം എടുത്ത് വട്ടം ഇങ്ങനെ വെച്ചക്കുന്നേ ഉള്ളൂ. ഈ സ്ഥലം വരുന്നത് എങ്ങനെയാ? ഈ സ്ഥലം ഏതാ? കൊട്ടാരമല കാവ് തന്നെ ഉള്ളൂ. കൊട്ടാരമലക്കാവില്ലേ? പണ്ട് കൊട്ടാരം തൊട്ടടുത്ത് കൊട്ടാരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള പണ്ടത്തെ കാവ്. അന്ന് ഇവിടെ കൊട്ടാരം മലയായിരുന്നു. ഈ ഒരു പ്രദേശം ഇരിക്കുമ്പോൾ ഇവിടെ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കരയ്ക്ക് മാസ്റ്റർ ഇവിടെ വന്ന് കൊട്ടാരം മലയുടെ വസ്തു മേടിച്ചു. അവിടുന്ന് വടി മേടിച്ചു. എടാ, ആ റൂട്ടിൽ
ആ വരി മേടിച്ച് വന്നപ്പോൾ പിന്നെ ഇവിടെ ഈ വസ്തു ഇനി ഒന്നുകൂടെ പറയുക 27 സെൻറ്റ് വസ്തുവായിരുന്നു ഞങ്ങളുടെ കുടുംബവസ്തു. ആ 27 സെൻറ്റ് വസ്തുവിൽ 2.5 സെൻറ്റ് കാവിനായിട്ടിട്ട് ബാക്കി സാറ് എടുത്തു, മാത്രം സാറ് കേട്ടോ. അതുകൊണ്ട് ഈ കാവ് ഞാൻ മരിക്കും വരെ എൻ്റെ കുഞ്ഞുങ്ങളുള്ള കാലവും എൻ്റെ വല്യപ്പനുള്ള കാലവും ഈ കാവ് വരും അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഈ അപ്പോൾ സ്വാമിയെ തേടി വിശ്വാസികളൊക്കെ വരുന്നുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ടല്ലേ. പിന്നെ നമ്മുടെ മിക്കുള്ള ആൾക്കാർക്കേ ഉള്ളു ഒരു സംശയം. അല്ലെങ്കിൽ അവിടെ ഇത്ര ഇത് കിടക്കാൻ പോലെ ഈ എൻ്റെ കുഞ്ഞോട്ടുള്ള കാലം, എൻ്റെ കൊച്ചുങ്ങളുള്ള കാലം, എൻ്റെ മോനുള്ള കാലം, ഇനിയുള്ള തലമുറയുള്ള കാലം ഈ കാവ് കാവാനിരിക്കണം സത്യം ചെയ്യും. പിന്നെ ദേവസ്വം ബോർഡിന് കൊടുക്കത്തില്ല. അപ്പോൾ എൻ്റെ കൊച്ചുന്നുള്ള എൻ്റെ വലിപ്പയുടെ കാലത്തോ ഇതൊക്കെ അഹങ്കാരം ഒന്നുമില്ലായിരുന്നു. വെറും ഒരു കാട് മാത്രമേ ഉള്ളായിരുന്നു വട്ടം. ഇപ്പം എൻ്റെ കുള്ളത്തോണം പട്ട്. പിന്നെ ഇതുകൊണ്ട് ഈ എല്ലായിടത്തും വെള്ളം മണ്ട് കൊണ്ടിട്ടേക്കുന്നത്. ഇവിടെ പണ്ട് കുരുതി നടന്ന സ്ഥലം അവിടെ ഈ സ്ഥലത്താണോ? ഈ സ്ഥലം വർഷങ്ങൾ പഴക്കമുള്ള പാറയായി കാണുന്നല്ലേ? പണ്ടോട്ടുള്ള പാറ. ഇപ്പം 2 പാറ ഞാൻ അപ്പുറം എടുത്ത് വെച്ചത്. അപ്പുറം വെച്ചതല്ലേ? ഞാൻ 2 പാറ വെച്ചത്. പാറ വെച്ച് വട്ടം ഒതുക്കിയത് ഞാൻ. ഇതെന്തോ മരം? നെല്ലി മരം. ഞാൻ എൻ്റെ വലിപ്പിൻ്റെ ഇവിടെ നിൽക്കുന്ന വരുന്ന സമയം അന്നും ഇതില്ല. പിന്നെ ഞാൻ അവർക്ക് കൂടെ വരുമ്പോൾ കള്ള് ചാരായും മറക്കും കൂടുതലും കള്ളും മുറുക്കാനും മരുന്നും തിരളി ഇലയപ്പം അവല് പടമായിരുന്നു ഇവിടെ. അങ്ങനെ പകരം കോരിയെ കൊണ്ടതൊക്കെ കോഴിയുടെ തല ഇത് വെട്ടി ചോര കഴിക്കുമായിരുന്നു. ഇപ്പം അതും മാറ്റി. അത് വലിപ്പൊക്കെ നിർത്തിയതാണ്. അത് കോഴി നമ്മൾ കൊണ്ടുവന്ന് വിലക്ക് കൊടുത്ത് അതിന് മരുന്നെടുത്തുകൊണ്ട് വന്ന് ആ മരുന്ന് ഇവിടെ കൊണ്ടുവെക്കുക. അതിൻ്റെ മരുന്ന് ഇല്ല ഇവിടെ കോഴി നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കോഴി അങ്ങനെ കൊന്നുകൂടാ. ഇല്ല കൊന്ന് വേവിച്ച് ഇറച്ചി ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ ഉണ്ടല്ലേ? ഇവിടെ ഇറച്ചി കറി വെക്കും. ഇവിടെ എല്ലാം വീട്ടിൽ വെച്ച് ഇവിടെ കൊണ്ടുവരണം. വെക്കണം മരുന്ന് ഉൾപ്പെടെ. പിന്നെ ചോര ഈ നമ്മൾ വെട്ടുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യുന്നതാണ്. കോഴി വരുമ്പോൾ ഇവിടെ വെച്ച് ആ കൂരിയെ വരുന്ന ആളെ കൊണ്ട് അവരുടെ തല ഉരിഞ്ഞ് ഞാൻ കോരി കളയുക. കളഞ്ഞിട്ട് പിന്നെ കോരിയും കൊണ്ട് ഞാൻ വീട്ടിൽ പോവുക. വീട്ടിൽ പോയിട്ട് ഇതുപോലെ തൂവടിയല അത് വെച്ച് തറയെ വെട്ടി വെച്ചിട്ട് കോരിയെ ഞാൻ പിടിക്കും, കഴുത്തിൽ ഞാൻ പിടിക്കും. വേറെ ആളെയും കൊണ്ട് ആ കഴുത്തിൽ കണ്ടിക്കും. ആ ചോര മൊത്തം ഇലയിൽ വീഴണം. അന്നേരം നമ്മൾ മരുന്ന് വെക്കണം. അല്ലെങ്കിൽ ആ ചോര ഇവിടെ വീഴേണ്ടതാണ്. അതിന് ആ ഇല മൊത്തം ആ മരുന്ന് വെച്ചിട്ട് ചെയ്യാൻ നോക്കും. കോരിയെ കണ്ടിക്കുന്നത്. അങ്ങനെ ഞാൻ കോരിയെ കണ്ടിച്ച് അവസാനം ഇവിടുന്ന് പിരിയുന്ന പൈസ കൊണ്ട് ഞാൻ അവനെ വിടും. നീ വെച്ച് മരുന്ന് എടുത്തിടാൻ പറയും. അത് വേർത്തി വെച്ചിട്ട് അവിടെ സ്ഥലം വെക്കുന്നത് ഇഞ്ഞും കൊണ്ടുവരില്ല ഞാൻ കേട്ടോ. എൻ്റെ വീട് സ്ഥലം വെക്കും ഞാൻ. വീട് സ്ഥലം വെച്ചിട്ട് ഞാൻ പറയും ഇതായിരിക്കുന്ന എൻ്റെ പങ്ക്, എൻ്റെ മരുന്നിതായിരിക്കുന്നു. ഇതാ ഇവിടുത്തെ നേർച്ച. പിന്നെ കൊല്ലാൻ വന്ന അതിനോട് തൊണ്ടിയിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തൊണ്ടിയിടാന്ന് പറഞ്ഞു. പലർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാതെ നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ. ഞാൻ ചെയ്തെന്നേ പറയും. അവർ വേറെ അവിടെ പോയി നോക്കും. ഇപ്പം നോക്കിയോ, ഞാൻ ഈ കള്ളം പറഞ്ഞാലും ആറ്റുകച്ചേരി പോയാലും, ഞാൻ കള്ളം പറഞ്ഞാലും ആറ്റുകച്ചേരി പോയാലും, കബഡി എടുത്തത് പോയാലും ഇത് തന്നെ അവരും പറയുക സ്വാമി കള്ളം പറഞ്ഞല്ലെന്ന്. സ്വാമി ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാമിയുടെ കള്ളം പറയല്ല. ആറ്റുകച്ചേരി പോയാലും കബഡി എടുത്തത് പോയാലും ആറ്റല അമ്മ എടുത്താലും പോയാലും ഞാൻ കള്ളം പറഞ്ഞു പറയാലോ. ഇതൊക്കെ വാക്ക് വേണോ? ഇതേതാ കൊടുത്ത് ഇട്ടൊക്കെ തരണേ. നീ നേരെ ഓടി വലിയ വലിയപ്പനെയും പിടിച്ച്
ഇനി കിടക്കുന്നില്ല. വലിയ കഴിഞ്ഞ് വന്നു. വലിയ കഴിഞ്ഞ് വന്ന് വിളിച്ചപ്പത്തന്നെ എത്തും അല്ലേ? സ്വാമി വിളിച്ചപ്പത്തന്നെ വരുമോ? ആ അതാ വന്നത്. പിന്നെ എനിക്ക് കേൾക്കണമെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ പ്രസവം 4 ദിവസത്തോടെ നടന്നിട്ടും തിങ്കളാഴ്ച 5 മണിക്ക് പോയിട്ടും കൊണ്ടുപോയിട്ടും സുഖമായ പ്രസവം. അവസാനം കല്ലിയിലേക്ക് ഞാൻ വിളിച്ചു. കല്ലിയിൽ വിളിച്ചവൻ പറയുന്ന മോനെ ഓപ്പറേഷൻ നടത്തിയാൽ പോകും. ഓപ്പറേഷൻ നടന്നേ അവിടെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുകൊണ്ട് അവിടെ തെരുവിതാൻ പറഞ്ഞത്. എൻ്റെ പൊടി കുഞ്ഞിനെ കൊണ്ട് ഞാൻ പറയണോ, എൻ്റെ കണ്ണു പറയുന്നത്. എൻ്റെ പൊടി കുഞ്ഞിനെ കൊണ്ട് ഞാൻ 2 വയസ്സാകുമ്പം കൊണ്ട് ചെല്ലുപോകുന്നതാണ് പൊന്നു തമ്പുരാന്. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് 2 വയസ്സാകുമ്പോൾ ചെല്ലണമെന്നോ? ഞാൻ ചെല്ലുതാ പറഞ്ഞേക്കുന്നത്. എൻ്റെ കണ്ണ് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യം പറയുക. മോളും കിടന്ന് കരയുക. ഓപ്പറ സമയത്തൊക്കെ അല്ലാവുക. ഞാൻ അവിടത്തേക്ക് പാവം പോയതാട്ടോ. ഇനി വേണ്ട തെക്കും വടക്കും 2 കൊട്ടാരമുണ്ട്. കിഴക്കും പടിഞ്ഞുണ്ട്. സത്യക്കോടതിയുണ്ട്. പൊന്നെ തമ്പുരാനെ സത്യം തന്നെ തരാവേ. മതി. കിഴക്കുമായി സത്യക്കോടതി, കിഴക്ക് വെച്ച് പണി ആദ്യമകൻ തമ്പുരാനും, തെക്കും വടക്കുള്ള കൊട്ടാരവും. 2 കൊട്ടാരം തെക്കും വടക്കുണ്ട് കൊട്ടാരമുണ്ട്. ഏതാ? മണ്ടക്കട്ടമ്മ, അല്ലെങ്കിൽ ആറ്റുവല അമ്മ, അല്ലെങ്കിൽ മണ്ടക്കട്ടമ്മ, കൊന്നോട്ട് ഭഗവതി. അതാ തെക്കും വടക്കുണ്ട് കൊട്ടാരമുണ്ടെന്ന് പറഞ്ഞു. നടക്കും. ഇത് കന്യാകുമാരിയിലെ ചോറാടാ പൊന്നെ മോനെ. ഇത് നീ എന്നെ ഇളക്കാൻ വന്നെങ്കിൽ പൊന്നുമോൻ നടന്ന് നോക്കിക്കോ മോനെ. ഞാൻ അവിടെ കയറി വരുന്നെങ്കിലും ഞാൻ പൊട്ടിടുന്നില്ല. എനിക്ക് പൊട്ടിടാം. എനിക്ക് ചന്ദനം ഇടാം. ഞാൻ അന്നേ ഇവിടെ കയറിയപ്പോഴേ പറയാം ചന്ദനവും വേണ്ട കുറിയും വേണ്ട. നടക്കും. കുറിയിട്ടുള്ള പൊട്ട് സ്വാമി എനിക്ക് വേണ്ട.